ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു വിഡ്ജറ്റ് മാസ്റ്റർ. സ്പൈഡർമാൻ 4മായി ബന്ധപ്പെട്ടും ഇതുകൂടാതെ ക്യാപ്റ്റൻ ബ്രിട്ടനുമായി ബന്ധപ്പെട്ട് ധാരാളം അപ്ഡേറ്റുകൾ ഇപ്പോൾ നമ്മുടെ മുന്നിലേക്ക് വന്നിട്ടുണ്ട്. പ്രധാനമായിട്ടും ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് സ്പൈഡർമാൻ 4മായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾ തന്നെയാണ്. എന്തൊക്കെ തന്നെയാലും കുറച്ച് നാളുകൾക്ക് ശേഷം നമുക്ക് ഇതോടെ ആരംഭിക്കാം. അതിന് നിങ്ങൾ എൻ്റെ ചാനലിലെ വീഡിയോ അതിൽ കാണുന്നെങ്കിൽ ഈ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യാൻ എനേബിൾ ചെയ്യുക. ഞാനിപ്പോൾ പുതിയ വീട്ടിൽ നിങ്ങളുടെ വിഷയം വരുന്നതാണ്. ലെറ്റ്സ് സ്റ്റാർട്ട്. ആദ്യം തന്നെ നമുക്ക് സ്പൈഡർമാൻ 4മായി ബന്ധപ്പെട്ട ആ ഒരു കാര്യം സംസാരിക്കാം. അഥവാ സ്പൈഡർമാൻ 4 എന്ന ആ ഒരു സിനിമ കൺഫേം ആണ് എന്ന് ടോം ഹോളണ്ട് തന്നെ ഒരു ലൈവ് ഷോയിലൂടെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇനി ഒരു ചോദ്യമില്ല, സ്പൈഡർമാൻ 4 ഉണ്ടാകുമോ അല്ലെങ്കിൽ സ്പൈഡർമാൻ 4 കാണുമോ എന്നുള്ളതിനെ പറ്റി. സിനിമ കൺഫേം ആയിരിക്കുന്നു, അത് ടോം ഹോളണ്ട് തന്നെ കൺഫേം ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇനി അറിയേണ്ടത് എന്നായിരിക്കും ഈ സിനിമ പുറത്തിറങ്ങാൻ പോകുന്നത് എന്നുള്ളതിനെ പറ്റി തന്നെയാണ്. ജൂലൈ 25 ഓൾറെഡി ഇതിൻ്റെ റിലീസ് ഡേറ്റ് ഇപ്പോൾ കൺഫേം ആക്കിയിട്ടുണ്ട്. എന്നാൽ പോലും ഇപ്പോൾ മനസ്സിലാക്കുന്നത് പ്രകാരം ഇതിൻ്റെ റിലീസ് ഡേറ്റ് അഥവാ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്ന ആ ഒരു റിലീസ് ഡേറ്റിനേക്കാൾ ഇത് കുറേ കൂടി പുഷ് ചെയ്യാൻ ചാൻസ് ഉണ്ട് എന്നുള്ളതാണ് പറയാൻ കാരണം. ഇവരുടെ എല്ലാം ഡേറ്റ് ഇഷ്യൂ തന്നെയാണ് കാരണം. അതായത് ടോം ഹോളണ്ടിൻ്റെ ഡേറ്റ് ഇപ്പോൾ ക്ലാഷ് ആയിട്ടുണ്ട്. കാരണം അദ്ദേഹത്തിന് അടുപ്പിച്ചടുപ്പിച്ച് കുറച്ച് സിനിമകൾ വരുന്നുണ്ട്. അതോടെ തന്നെ ഒരു 3-4 മാസത്തേക്ക് മുൻപോട്ട് ഇത് പുഷ് ചെയ്യാൻ ചാൻസ് ഉണ്ട് എന്ന രീതിയിലുള്ള വാർത്ത ഇപ്പോൾ കേൾക്കുന്നുണ്ട്. എന്നാൽ ഇത് മാത്രമല്ലാതെ ഈ ഒരു സിനിമയെ ബന്ധപ്പെട്ട് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് സ്പൈഡർമാൻ്റെ ടീം അപ്പ് സീനുകൾ നമുക്ക് ഇനി അങ്ങോട്ട് കാണാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ്. ഈ ടീം അപ്പ് സീനുകൾ ഉദ്ദേശിക്കുന്നത് സ്പൈഡർമാൻ മറ്റേതെങ്കിലും ഒരു ഫേമസ് ക്യാരക്ടറുമായി ടീം അപ്പ് ആയിട്ട് ഫൈറ്റ് ചെയ്യുന്നത് തന്നെയാണ്. ഡെയർഡെവിളോ അല്ലെങ്കിൽ ഡെഡ്പൂളോ. പൊതുവെ ഇവർ രണ്ടുപേരും ടീമായിട്ട് തന്നെയാണ് കോമിക്സിൽ കൂടുതലും കണ്ടിട്ടുള്ളത്. സിനിമയിലും ഏറെക്കുറെ ഇത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. സ്പൈഡർമാൻ 4ലോ അല്ലെങ്കിൽ സ്പൈഡർമാൻ്റെതായിട്ടുള്ള മറ്റൊരു സിനിമയിലോ ആയിരിക്കും ഇപ്പോൾ ഇത് എക്സ്പെക്ട് ചെയ്യുന്നത്. ഇത് മാത്രമല്ലാതെ സ്പൈഡർമാൻ 2099 പറ്റിയിട്ടുള്ള ചില വാർത്തകളും കേൾക്കുന്നുണ്ട്. അഥവാ ലൈവ് ആക്ഷനിൽ ഉടനെ തന്നെ ഈ ഒരു ക്യാരക്ടർ വരും എന്നുള്ളതിനെ പറ്റി ഏത് സിനിമയിലാണ് എന്ന് കൺഫേം ചെയ്യാൻ സാധിക്കുന്നത്. അതിപ്പോൾ പറഞ്ഞത് പ്രകാരം സീക്രട്ട് വാഴ്സിനും ശേഷമായിരിക്കും ഈ ഒരു ടീം അപ്പ് സീനുകളെല്ലാം കൊണ്ടുവരാൻ പോകുന്നത് എന്നുള്ളത് തന്നെയാണ്. ചുരുക്കി പറഞ്ഞാൽ സ്പൈഡർമാനുമായി ബന്ധപ്പെട്ട് ധാരാളം പ്ലാനുകൾ തന്നെ ഇപ്പോൾ മാർവലിനുണ്ട്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്ലാൻ കെവിൻ ഫൈഗി തന്നെ ഇപ്പോൾ അനൗൺസ് ചെയ്തിരിക്കുന്നത് മൈൽസ് മൊറാലിസുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. അഥവാ ബിയോണ്ട് സ്പൈഡർവേഴ്സിൻ്റെ അടുത്ത പാർട്ടിന് ശേഷം മൈൽസ് മൊറാലിസിനെ മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിൽ അവതരിപ്പിക്കാൻ പോകുന്നു എന്ന് പുള്ളിക്കാരൻ കൺഫേം ചെയ്തിട്ടുണ്ട്. അതോടെ തന്നെ ചുരുക്കി പറഞ്ഞാൽ സ്പൈഡർവേഴ്സിനെ നമുക്ക് സോണിയിലല്ല മറിച്ച് മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിൽ തന്നെ കാണുന്ന ലക്ഷ്യമാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സീക്രട്ട് വാഴ്സിലൂടെ അതിൻ്റെ ഒരു ആരംഭം കാണും. എന്നാൽ പിന്നീട് മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിൽ തന്നെ പ്രോപ്പറായിട്ട് സ്പൈഡർവേഴ്സിനെ അവർ കൊണ്ടുവരാൻ പോകുന്നു എന്ന രീതിയിലുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ മാർവലിൻ്റെ പക്കത്തുനിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ സോണി എന്തായിരിക്കും ഉദ്ദേശിക്കുന്നതെന്നോ അല്ലെങ്കിൽ സോണി എന്തായിരിക്കും പ്ലാൻ ചെയ്യുന്നതെന്നോ ഒന്നും തന്നെ മനസ്സിലാവുന്നില്ല. എന്നിരുന്നാലും സോണിയിലോ അല്ലെങ്കിൽ മാർവലിലോ നമുക്ക് ഉടനെ തന്നെ സ്പൈഡർമാനുമായി ബന്ധപ്പെട്ട ധാരാളം കാര്യങ്ങൾ കാണാൻ സാധിക്കും എന്നുള്ളത് കൺഫേം ആണ്. ശേഷം മറ്റൊരു കാര്യം പറയാനുള്ളത് ക്യാപ്റ്റൻ ബ്രിട്ടനുമായി ബന്ധപ്പെട്ട കാര്യം തന്നെയാണ്. അഥവാ ക്യാപ്റ്റൻ ബ്രിട്ടൻ എന്ന ഈ ഒരു കഥാപാത്രം മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിലേക്ക് ഉടനെ വരുന്നു എന്ന രീതിയിലുള്ള വാർത്ത മുൻപേ തന്നെ വന്നിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ മാർവൽ ആ ഒരു കാര്യങ്ങൾ കുറേയേറെ കൺഫേം ചെയ്യുന്നു. അഥവാ ഒരു ഫുൾ സീരീസ് തന്നെ ഈ ഒരു കഥാപാത്രവുമായി ബന്ധപ്പെട്ട് മാർവൽ ഇപ്പോൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. എന്നാൽ ആക്ടർ ആരാണ് എന്നുള്ളതിനെ പറ്റി ഒരു കൺഫർമേഷനോ അല്ലെങ്കിൽ കാര്യങ്ങളോ ഇപ്പോൾ വന്നിട്ടില്ല. എന്നാൽ പോലും ഹെൻറി കാവിലിൻ്റെ പേര് തന്നെയാണ് ഇപ്പോഴും മുന്നിൽ നിൽക്കുന്നത്. പുള്ളിയെ മുൻപോട്ട് മാർവലിൽ കൊണ്ടുപോകാൻ താല്പര്യമുണ്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ കേൾക്കുന്നുണ്ട് എന്ന് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ ഹെൻറി കാവിൽ മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിൽ തുടർന്നും കാണും. ഏത് റോളിലായിരിക്കുമെന്ന് ഇപ്പോൾ നമുക്ക് പറയാൻ സാധിക്കുന്നില്ല. ക്യാപ്റ്റൻ ബ്രിട്ടൻ പുള്ളിക്ക് പരിഗണിക്കാവുന്ന റോളുകളിൽ ഏറ്റവും മുൻപന്തിയിൽ തന്നെ നിൽക്കുന്നുണ്ട് എന്നുള്ളതും സവിശേഷതയുള്ള കാര്യം. ഇപ്പോൾ ഇതാ ക്യാപ്റ്റൻ ബ്രിട്ടൻ്റെ ആ ഒരു സീരീസ് മാർവൽ മുൻപോട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട് എങ്കിൽ ഏറെക്കുറെ ആ ഒരു റോളിലും നമുക്ക് പ്രതീക്ഷിക്കാം. എങ്കിൽ പോലും വോൾബ്രെയിനായിട്ട് തന്നെ വരണമെന്ന് തന്നെയാണ് പലരും ആഗ്രഹിക്കുന്നത്. കാരണം അത്രമാത്രം ആ ഒരു കഥാപാത്രത്തിന് പുള്ളിക്കാരൻ സ്യൂട്ടായിരുന്നു. ഹ്യൂ ജാക്മാനെ എങ്ങനെയാണോ മാർവൽ ആരാധകർ കണ്ടിരുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണോ പുള്ളിക്കാരനെ മാർവൽ ആരാധകർ സ്വീകരിച്ചിരുന്നത് ആ ഒരു രീതിയിൽ തന്നെ ദൈർഘ്യം കുറഞ്ഞ ഈ ഒരു സീനുകളിലൂടെ പുള്ളിക്കാരനും മാർവൽ ആരാധകർക്കിടയിലേക്ക് വന്നിട്ടുണ്ട്. അതോടെ തന്നെ അതും നല്ലൊരു കാര്യവും. ശേഷം അടുത്തായിട്ട് പറയാനുള്ളത് സീക്രട്ട് വാഴ്സുമായി ബന്ധപ്പെട്ട കാര്യം തന്നെയാണ്. അഥവാ സീക്രട്ട് വാഴ്സ് എന്ന പ്രോജക്റ്റ് മാർവൽ എക്കാലത്തെയും വലിയൊരു പ്രോജക്റ്റാക്കി തന്നെ മാറ്റുന്നു എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാൽ ഏറ്റവും കൂടുതൽ ചോദ്യം വന്നിരിക്കുന്നത് സീക്രട്ട് വാഴ്സിന് ശേഷം എന്ത് എന്നുള്ളത് തന്നെയാണ്. കാരണം എൻ ഗെയിമിന് ശേഷം എന്തായിരിക്കും എന്നുള്ളതിനെ പറ്റി ഒരു ഐഡിയ ആരാധകർക്കുണ്ടായിരുന്നു. എന്നാൽ പോലും സീക്രട്ട് വാഴ്സിന് ശേഷം എന്ത് എന്നുള്ള ഒരു ചോദ്യം ഇപ്പോൾ നല്ല രീതിയിൽ മുൻപോട്ട് നിൽക്കുന്നുണ്ട്. ഇതിനിടയിൽ തന്നെ RDJ താക്കീതുമായി വന്നിട്ടുമുണ്ട്. പുള്ളിക്കാരൻ്റെ ആ ഒരു കഥാപാത്രത്തിനെ AI ആക്കിക്കൊണ്ട് അല്ലെങ്കിൽ പുള്ളിക്കാരൻ്റെ ആ ഒരു കഥാപാത്രത്തിന് പകരം AI കൊണ്ട് ചെയ്യിപ്പിക്കുന്ന രീതി പുള്ളി തടഞ്ഞുകൊണ്ട് തന്നെ. അതോടെ തന്നെ ആരെങ്കിലും ഇനി അയൺമാനായിട്ട് വരുന്നുണ്ട് എങ്കിൽ അത് RDJ മാത്രമായിരിക്കും. മറ്റൊന്നിനും തൻ്റെ ആ റോളിനെ റീപ്ലേസ് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ള രീതിയിൽ തന്നെ
പുള്ളി താക്കീത് വന്നിട്ടുണ്ട്. സോ എന്തെങ്കിലും കാത്തിരിക്കാം, അത്രമാത്രം ഇപ്പോൾ നമുക്ക് പറയാൻ സാധിക്കൂ. കാരണം മാർവലിന് സീക്രട്ട് വേഴ്സുമായി ബന്ധപ്പെട്ട് ധാരാളം പ്ലാനുകളുണ്ട്. കുറച്ച് വാർത്തകൾ കേൾക്കുന്നുണ്ട്, എന്നാൽ അത് എത്രമാത്രം സത്യമാണ് എന്നുള്ളതിനെ പറ്റി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. കാത്തിരിക്കാം. സോ അതോടെ തന്നെ നമുക്ക് ഇന്നത്തോടെ അവസാനിപ്പിക്കാം. സോ അവരുടെ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം അഭിപ്രായ നിർദ്ദേശങ്ങളും ഇവിടെ കമന്റ് ബോക്സിൽ പെടുത്താം. നിങ്ങൾക്ക് നിങ്ങളുടെ ഫാൻ തിരിച്ചും പ്ലോട്ട്സ് ഇവിടെ കമന്റ് ബോക്സിൽ പെടുത്താം. ഇതിന്റെ എപ്പിസോഡ് നമുക്ക് ഡീറ്റെയിൽ ക്ലിയർ ആയിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന പ്രതീക്ഷയോടെ എൻ്റെ യു വാച്ചിങ് വിഡ്ജറ്റ് മാസ്റ്റർ.